രാവിലെ ജയെ വിളിച്ച്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാവിലെ തൊട്ട് ഛർദ്ദിച്ചിട്ടും ഇല്ല, വയറ്റിൽ നിന്നും പോയിട്ടില്ല, ഒന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ട്. അത് എന്നാണെങ്കിലും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നോർമലാണെങ്കിൽ പോലും ഉണ്ട്. പിന്നെ സോഡിയത്തിൻ്റെ കുറവ് പറയുന്നുണ്ട് അവർ. അപ്പം ഇന്നലെ രാത്രി വന്ന ഡോക്ടർ പറഞ്ഞ് സോഡിയം അവിടെ അവിടെ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്ന എല്ലാ പിള്ളേർക്കും സോഡിയം കുറവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. പക്ഷേ ആ ലാബിൽ നിൽക്കുന്നവർ പറയുന്നത് അവിടെ സോഡിയത്തിൻ്റെ ഇതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. നമുക്കല്ലല്ലോ ഡോക്ടർ പറഞ്ഞിട്ട്, അവിടുത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ട് വെളിയിൽ പോയി നോക്കാൻ വേണ്ടി ഇരിക്കുക. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ബലിയിടേണ്ട ദിവസമാണ്. രാവിലെ പോയി ബലി ഇട്ടിട്ട് പണിക്ക് പോകണം. നാളെ നാല് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ലീവ് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ശ്യാമളമ്മ എന്താ ജയ അവിടെ ഉണ്ടല്ലോ. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സമയമില്ല. ബാക്കി ഇരുന്ന് ചക്കയും കൂടെ എടുത്തത്. രാവിലത്തേന് ഇതൊക്കെ മതി. ഇത് കഴിക്കാനുള്ള ഭക്ഷണം എന്നേലും പുറത്തുനിന്ന് വാങ്ങണം. ജയയില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരു മടിയാണ്. നാരായണി സ്കൂള് കഴിഞ്ഞ് നേരെ ഞാൻ തിയേറ്ററിലോട്ട് പോയി. അവളവിടെ ഇപ്പം കുറേ പണത്തല്ലോ ഷീറ്റൊക്കെ ഇട്ട്. ആ കനമുള്ള ഷീറ്റാണ്, മറ്റേ തെർമോക്കോളകത്ത് വെച്ചിട്ടുള്ള. രാവിലെ വെയിലൊക്കെയാണ്. നാട്ടിലൊക്കെ നല്ല വെള്ളമാണ്. വന്നില്ലല്ലോ. അമ്പലത്തിൽ പോയി വിളിക്കണം. ആ
പുറവശത്തുള്ള ടവറാണ്. ഇന്നിപ്പോൾ നല്ല തെളിച്ചമുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാം. മറ്റേ പണിതുകൊണ്ടിരിക്കുന്ന പെരയുണ്ട്, അതും കാണാം. അതിൻ്റെ നേരെ പുറകില്ല നമ്മുടെ വീട്. ആ പെരയുടെ ആ ടവറിൻ്റെ ഫ്രണ്ടിൽ, ടവറിൻ്റെ ഇപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ ബിൽഡിങ് പണയുന്നു. ഉച്ചക്കത്തേന് പൊറോട്ടാൻ പറ്റും. വേണ്ട അവളെ കച്ചവടം കുറവാ. എന്നാന്ന് വെച്ചാലേ ഞാനൊക്കെ ലോട്ടറി ഇങ്ങനെ ചെല്ലുമ്പോഴേ ഓരോരുത്തർ ഓരോന്നും പറയുന്നുണ്ടേ. പക്ഷേ കച്ചവടം ഇല്ലെന്നേ, കുറവാ, ഒത്തിരി കുറവാ. ഇതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വളരെ തീരുന്നത്. നേരത്തെ ഇവിടം കൊണ്ട് തീർന്നുകൊണ്ടിരുന്ന ഭയങ്കര കഷ്ടപ്പാടാണ്. മോളെ ആശുപത്രിയില്ല, അവൾക്ക് ചെറിയ പനിയൊക്കെ. നടുവിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്തൊരു സാധനം എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 3 ദിവസം പറഞ്ഞത്. ഇന്നിപ്പം വന്നു അതിൻ്റെ റിസൾട്ട്. അപ്പം അത് റിസൾട്ട് വന്നപ്പം വലിയ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ശരിക്കും അവർ തലച്ചോറിൽ എന്തെങ്കിലും വിഷയം കൊണ്ട് ഫിക്സ് വന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതല്ലാതെ ഈ പനി കൂടുമ്പോൾ അങ്ങനെ വരും, അങ്ങനെ വന്നതാണോ എന്നൊരു അത് തമ്മിൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി അത് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പം എന്നാൽ ജയ ഒരു വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഓക്കെ ആള്, നാളെ പോരായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് നാളായിട്ട് വീഡിയോയ്ക്ക് ഇച്ചിരി റീച്ച് കുറവാണ്. അപ്പം വേറൊരു പാർട്ടി എനിക്കൊരു മെസ്സേജ് ഇട്ട്, നിങ്ങളിപ്പം പണിക്കൊക്കെ പോകുമ്പോൾ ഇവിടെ കുട്ടിക്കാനോ ഈ ഭാഗമൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്, വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെയൊക്കെ കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണ് ആൾക്കാർ കാഴ്ച കുറഞ്ഞതെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. എന്നാൽ ഞാനും ഇച്ചിരി കുറച്ചേക്കാന്ന് വെച്ചു. പക്ഷേ വേറെ എന്നാ കിട്ടാനാ, ചിലപ്പോൾ ജയൊന്നും ചില ദിവസം എടുക്കും, ചില ദിവസം എടുക്കാമല്ലോ, ഒരു മൂഡ് പോലിരിക്കും. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റാൻ വരും. അല്ല പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ആക്കണം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി സെലക്ട് ചെയ്ത് നല്ലത് മാത്രം എടുത്തിട്ട് അത് മാത്രമായിട്ട് ഇടാൻ പറ്റും. ഇപ്പം നമ്മൾ അങ്ങോട്ടിറങ്ങി വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മഞ്ഞല്ലേ ഉള്ളായിരുന്നു. ഇപ്പോൾ കണ്ടോ ഫുള്ള് മഞ്ഞ് കയറി. 10 മിനിറ്റ് പോലും ആയില്ല, പെട്ടെന്നാണ് വരുന്നത്. എന്നിട്ടങ്ങ് നിറയും. ഇപ്പോൾ ഇവിടെ എങ്ങും ഒന്നും കാണത്തില്ലാത്ത പോലെ. ഇതിൻ്റെ ബാക്ക് സൈഡാണ്, ഫ്രണ്ടിലോട്ട് പോയി നോക്കാതെ. ഞാനിപ്പോൾ ഫോൺ കൊണ്ട് അവിടെ വെച്ച് ക്യാമറ കൊണ്ട് വെച്ചതാണ്, വെച്ച് തിരിച്ചിറങ്ങുന്നത്. എന്നാ എന്നാ
ആ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് കൈ വന്നു. അഞ്ച് മിനിറ്റ് കൊണ്ട് വന്നങ്ങ് നിറയുക അല്ലേ? മഞ്ഞ് പോകുന്നത് നോക്കി ഞാൻ 1 മണിക്കൂറോളം ടൈം ലാപ്സ് വെച്ചാൽ എന്നിട്ട് പോയില്ല. ഞാൻ പിന്നെ ഓഫ് ചെയ്ത്. ഇപ്പോൾ പോയത് എത്ര മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ടും ഫുള്ള് പോയിട്ടില്ല. വൈകുന്നേരമായി. ഇതിട്ടു. അത് നീ ഇട്ടോ? എന്നോടല്ലേ പറഞ്ഞ് അടയ്ക്കാൻ? ഒരു ദിവസം കൊണ്ട് തീരും. ഏലം ഇതൊന്നും ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറയുന്നത്. നിങ്ങളെ പഠിച്ചിട്ട് പോയല്ലേ? പോകണ്ടേ? എവിടെയാ നിൽക്കുന്നേ? ആ മഴയാ. എവിടെയാ നിൽക്കുന്നത്? ഞാനും തേവണുണ്ട്. ബൊലോറ. എവിടെയാ നിൽക്കുന്നത്? താഴെയാണോ? ആ ഞാൻ താഴോട്ട് പോന്നു.
കഴിഞ്ഞോ ഏത്തക്കാപ്പൊടി ഇരുന്ന് എടുക്കുവാണോ അതോ ഇത് മറ്റേ ലേണേഴ്സിൻ്റെ ഇത് എന്നോടൊന്ന് വിളിച്ചോ ഈ ആശുപത്രി കൊണ്ട് 2 മണിക്കൂർ അങ്ങോട്ട് കിടത്തേ ഉള്ളൂ. അമ്മ 2000 രൂപ മേടിച്ച് ഒന്നും ചെയ്തുമില്ല. എടി തൂത്തിട്ടിട്ടാ ഞാൻ അവിടെ ശകലം പൊടി മണ്ണ് മണ്ണിൻ്റെ ഇത് മാത്രമേ ആ ആ നാളെ വരാം ഉറപ്പാണോ? ആ അപ്പം വിടുവാണെങ്കിൽ അപ്പം വിളിച്ചാൽ മതി. ഞാൻ നാളെ പോകുന്നില്ല, അപ്പം ലീവ് എടുക്കുമോ? ആ അതേ ഉള്ളൂ. ഭയങ്കര മഴയായിരുന്നു ഇവിടെ. എത്ര നേരമാണെന്നറിയോ ഞാൻ വഴി തൊട്ട് മഴ തുടങ്ങിയത്. ഇപ്പം അങ്ങോട്ട് ഇപ്പോൾ ഒന്ന് തോർന്നിട്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി തുടങ്ങിയപ്പം വീണ്ടും മഴ പെയ്തു. എന്നിട്ട് പിന്നെ ഇപ്പോൾ തോർന്നപ്പോഴാണ് ഉണ്ണി അതിൽ വന്നപ്പോൾ അവൻ്റെ കൂടെ കയറി വന്നു.